ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ കണ്ടു കാണും. കാസർഗോഡ് നിന്ന് കാണാതായ കുട്ടിയുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട്. പക്ഷേ ആ കുട്ടിയെ ഇന്നലെ തിരിച്ചു കിട്ടി. ജീവനോടെയല്ല, ഡെഡ് ബോഡി ആയിട്ട്. മീൻസ് കുട്ടി ആത്മഹത്യ ചെയ്ത നിലയിലായിരുന്നു. വീടിന് തൊട്ടടുത്തുള്ള ഒരു വനത്തിൽ ഏകദേശം 200ഓളം മീറ്റർ ദൂരെ, അത്ര അടുത്താണ് കേട്ടോ, അവിടെയാണ് ഈ പെൺകുട്ടി തൂങ്ങി മരിച്ചിട്ടുണ്ടായിരുന്നത്. കൂടെ വീട്ടുകാർ കേസ് കൊടുത്തത് ഇങ്ങനെയാണ്: പെൺകുട്ടി അവരുടെ വീടിനടുത്തുള്ള ആളുടെ കൂടെ ഒളിച്ചോടിപ്പോയി എന്ന് പറഞ്ഞിട്ട്. ആൾക്ക് ചെറിയ വയസ്സൊന്നുമല്ല, ഒരു മധ്യവയസ്കൻ എന്ന് പറയേണ്ടി വരും. ഏകദേശം 46 വയസ്സോളം വരും ആൾക്ക്. പെൺകുട്ടിക്ക് വെറും 15 വയസ്സ്, 10ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടിയാണ്. വീട്ടുകാർ അങ്ങനെയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. കുട്ടി ഇയാളുടെ കൂടെ ഒളിച്ചോടിപ്പോയി. അപ്പോൾ അതിൻ്റെ ബേസിലായിരിക്കും കേസ് അന്വേഷണം നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ പോലീസിൻ്റെ പോലീസിലോട്ടാണ് വിരൽ ചൂണ്ടുന്നത്. പോലീസ് ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്നുള്ളതാണ്. കാരണം ഇന്നലെ കുട്ടിയുടെ ഡെഡ് ബോഡി കിട്ടി. കുട്ടിയുടെയും അയാളുടെയും രണ്ടുപേരുടെയും ഡെഡ് ബോഡി കിട്ടി. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. ഏകദേശം 3 ആഴ്ചയോളം പഴക്കമുണ്ട് എന്നാണ് അറിയാൻ പറ്റിയത്. കുട്ടി ഉണ്ടായിരുന്നത് വീടിന് തൊട്ടടുത്ത്. അത് നമ്മളും ചിന്തിച്ച് പോവാണ്. പക്ഷെ എനിക്കിത് പറയേണ്ടി വരും. കാരണം ചില ആൾക്കാർ ഒരുപക്ഷെ ചിന്തിക്കും, എന്തിനാണ് ഇത് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ പറയുന്നതെന്ന്. ഞാൻ കാസർഗോഡാണ്, ഓക്കെ. ഇനി ഇത് ഒരു സീരിയസ് ആയിട്ട് കണ്ടില്ലെങ്കിൽ ഷുവറായിട്ടും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനിയും നടക്കും. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. 15 വയസ്സായ കുട്ടി 45-46 വയസ്സായ ആളുമായിട്ട് അടുപ്പത്തിലായി എന്നുള്ളത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് ഒന്നാമത്തെ കാര്യം. അതുമാത്രമല്ല, വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ കുട്ടിയാണെങ്കിൽ വീട്ടിൽ കിടന്നുറങ്ങുമായിരുന്നു. ഏർലി മോർണിംഗ് ആണ് ആൾ മിസ്സാവുന്നത്. കിടന്നുറങ്ങുന്ന കുട്ടികൾ എങ്ങനെ മിസ്സാവും? ശരിക്കും അവിടെ വീട്ടുകാരുടെ ഒരു ശ്രദ്ധക്കുറവ് കൂടിയുണ്ട്. നമ്മുടെ മക്കൾ നമ്മുടെ കയ്യിൽ സേഫാണ് എന്നുള്ളത് നമ്മൾ ആദ്യം ഉറപ്പിക്കണം. സ്വന്തം വീട്ടിൽ നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ കണ്ടില്ലെങ്കിൽ നമ്മൾ എന്ത് പാരൻ്റാണ്? അത് നമ്മൾ ചിന്തിക്കണം. ഞാൻ കുറ്റം പറയുന്നല്ല, നമ്മൾ ഇനിയും ഇങ്ങനെയുള്ള പാരൻസ് ഉണ്ടാവാം. ശ്രദ്ധിക്കണം. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ കണ്ടില്ല? വീട്ടിൽ ആരെങ്കിലും ഒരാൾക്ക് അതിനെപ്പറ്റി അറിയാമായിരിക്കാം. പാരൻസിന് ഉറപ്പായിട്ടും ആരെങ്കിലും ഒരാൾക്ക് അറിയാം. അപ്പോൾ അതും കൂടി അവർ പറയേണ്ടി വരും, അല്ലേ? ഇവരിങ്ങനെ കേസും കൊടുത്ത് പിന്നെ മിണ്ടാതെ നിന്ന് കാണും. എനിക്കറിയില്ല എന്താണെന്നുള്ളത്. പക്ഷെ ഒന്നുകിൽ കുറച്ചും കൂടി ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നെങ്കിൽ. ഇപ്പോൾ കുട്ടിയുടെ അമ്മ വിചാരിച്ച പോലും എപ്പോഴെങ്കിലും വരും എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. ഇപ്പോൾ ഈ കുട്ടി കൂടെ പോയ ആളെന്ന് പറയുന്നത് ഇവരുടെ വീടിന് തൊട്ടടുത്തുള്ള ആളാണ്. ഓട്ടോ ഡ്രൈവറാണ്. പക്ഷേ എല്ലാ ഓട്ടോ ഡ്രൈവറെയും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇങ്ങനൊരു സാഹചര്യം വന്നതുകൊണ്ട് ഇനി ആൾക്കാർക്കൊക്കെ ഓട്ടോ ഡ്രൈവേഴ്സിന് പേടിയായിരിക്കാം. കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഒരു പേടി തോന്നും. കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഒന്നുകിൽ വീട്ടുകാർ പുറത്ത് പറയണം. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു കുട്ടി ഇങ്ങനെ പോയി എന്ന് വെച്ചിട്ട് അയാളുമായിട്ട് ഇഷ്ടത്തിലാണെന്ന് നമുക്ക് എന്ത് ധൈര്യത്തിൽ പറയാൻ പറ്റും? അതിന് വല്ല തെളിവും വേണം, അല്ലേ? ഒന്നുകിൽ അവർ തമ്മിലുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ്, അങ്ങനെ എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഒരു തെളിവും ഇല്ലാതെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം രണ്ടാളും ഇപ്പോൾ ജീവനോടെ ഇല്ല. ഇപ്പോൾ പോലീസിൻ്റെ നേർക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നാണ് വാർത്തകളിൽ കേട്ടത്. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. അത് പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനകത്ത് പറയുന്നത് ആത്മഹത്യ എന്നുള്ളതാണ്, അല്ലാതെ കൊലപാതകം ഒന്നുമല്ല. പക്ഷേ ഇവരെന്തിന് ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു ചോദ്യം അവിടെ വരുന്നുണ്ട്. അത് എത്ര ചിന്തിച്ചു കഴിഞ്ഞാലും നമുക്കൊന്നും മനസ്സിലാവില്ല. കാരണം ഇത്രയും പ്രായമുള്ള ആളുടെ കൂടെ പോയി. ഒന്നുകിൽ അവരിഷ്ടപ്പെട്ട ആളാണെങ്കിൽ അവർ ഒന്നിച്ച് ജീവിച്ചേനെ, അല്ലേ? അവരെന്തിന് ആത്മഹത്യ ചെയ്തു? ആത്മഹത്യ എല്ലാറ്റിനും ഒരു പരിഹാരമാണോ? പക്ഷെ ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നതും അത് ആത്മഹത്യ എന്നുള്ളതാണ്. നമുക്ക് ഒരിക്കലും അത് വിശ്വസിക്കാൻ പറ്റത്തില്ല. അവരെന്തിന് ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. കാരണം അയാൾക്കൊന്നുകിൽ മാനസിക പ്രശ്നം വല്ലതൊക്കെ ഉണ്ടെങ്കിൽ കുട്ടിയെ കൊന്നിട്ട് അയാളും കൂടി സൂയിസൈഡ് ചെയ്യും. ഇത് അയാൾ ഇവരുടെ വീട്ടുകാരായിട്ട് നല്ല അടുപ്പമുണ്ടായിരുന്ന ആളാണ്. എന്തിനത് ചെയ്തു? ഞാൻ പറഞ്ഞില്ല, സാധാരണ വീട്ടമ്മയായ എനിക്ക് വരെ ഡൗട്ട്സ് വരുന്നുണ്ട്. നമ്മളിങ്ങനെ ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചെന്താണെന്നറിയാം, ഒരു പക്ഷേ ഈ കുട്ടി ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയി കാണാം. പിന്നെ അതിനിടയിൽ ഇയാളെയും കൂടി തട്ടിക്കൊണ്ടുപോയി. സിനിമയിലൊക്കെ കാണുന്നില്ലേ? അവസാനം
കേസിൻ്റെ ഒരു ഇത് മാറാൻ വേണ്ടിയിട്ട്, ദിശ മാറാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ഇയാളെയും കൂടി കൊന്നു. ആൾക്കാരുടെ മുമ്പിൽ എന്തായി, ഇയാൾ തന്നെ പ്രതിയായി. കാരണം അയാളും ആത്മഹത്യ ചെയ്തു, കേസ് അവിടെ തീർന്നു. ഒരു പക്ഷെ അങ്ങനെ ആക്കാൻ വേണ്ടി ചെയ്തതാണോ എന്നൊക്കെ ഞാൻ അങ്ങനെ ചിന്തിച്ചു കേട്ടോ. മറ്റേ ഫിലിം സ്റ്റൈലിലൊക്കെ ഞാൻ അങ്ങനെ ചിന്തിച്ചു. അതുമാത്രമല്ല, ഇത്രയും ദിവസം കാണാനിട്ട് ഒന്നുകിൽ വീട്ടുകാർ അലമുറയിട്ട് കരഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയ ഉണ്ട്, എല്ലാറ്റിനും നമുക്ക് സപ്പോർട്ടായിട്ട് സോഷ്യൽ മീഡിയാസ് ഉണ്ട്. ഇവരെങ്ങാനും ഏതെങ്കിലും യൂട്യൂബ് ചാനലിലെങ്ങാനും വന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ നല്ല രീതിയിൽ അന്വേഷണം നടക്കുമായിരുന്നു. ആ കുട്ടി ഇപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഞാനിത് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്. ഇതുപോലെ ഇനിയും സംഭവിക്കാം, അതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ വേറെ നമുക്ക് യൂട്യൂബ് റീച്ച് ഉണ്ടാക്കാനൊന്നുമല്ല. കാരണം നമ്മുടെയൊക്കെ എല്ലാവരുടെയും ഫാമിലീസിലൊക്കെ ഇഷ്ടം പോലെ കുട്ടികളുണ്ട്. വീട്ടിലൊക്കെ കിടന്നുറങ്ങുമ്പോൾ ഇങ്ങനെ മിസ്സാവുകയാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ചിന്തിച്ചു നോക്കുക. ഒന്നുകിൽ ഇവർ സാമ്പത്തികമായിട്ട് പിന്നോക്കമുള്ള ആൾക്കാരായിരിക്കാം, അതുകൊണ്ടാണോ ഇത്രയും ഒരു സില്ലിയാക്കി വിട്ടത്. എല്ലാവർക്കും ഒരേ റൂൾസാണ് അല്ലേ? പാവപ്പെട്ടവനോ പണക്കാരനോ എന്നുള്ളൊരു വ്യത്യാസമില്ല. റൈറ്റ്സ് എല്ലാവർക്കും ഒരുപോലെയാണ്. അല്ലാതെ അവന് വേറെ റൈറ്റ്സ്, ഇവന് വേറെ റൈറ്റ്സ്, പാവപ്പെട്ടവന് അങ്ങനെ ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഒരുപോലെയാണ്. അതാണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ മലപ്പുറത്ത് നിന്ന് 2 പെൺകുട്ടികളെ കാണാതായി. എത്ര പെട്ടെന്നാണ് കണ്ടുപിടിച്ചത്. അതുപോലെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ പെട്ടെന്ന് കിട്ടിയേനെ, കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഇതിന് കൊടുത്തിരുന്നെങ്കിൽ. പക്ഷേ ഇവിടെ എനിക്കും തോന്നുന്നുണ്ട് പോലീസിൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. കുറച്ചും കൂടി ഞാൻ പറഞ്ഞില്ല, അവനവൻ്റെ മക്കൾക്ക് ഇതുപോലെയുള്ള അനുഭവം വരുവാണെങ്കിൽ നമ്മൾ പഠിക്കുള്ളൂ. അല്ലാതെ നമുക്കൊരിക്കലും പറയുന്നില്ലേ, ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്തി പിടിച്ചു കഴിഞ്ഞാൽ കാണാൻ നല്ല ചേല, അതുപോലെയാണ്. സ്വന്തം മക്കൾക്ക് ഇപ്പോൾ ഒരു അസുഖമാണെങ്കിലും എന്താണെങ്കിലും അവനവൻ്റെ വരുമ്പോൾ നമുക്കത് അറിയുള്ളൂ. അല്ലാതെ മറ്റുള്ളവർക്ക് വരുമ്പോൾ നമുക്കതൊരു കാഴ്ചയാണ്. നമ്മളതിങ്ങനെ കണ്ട് മറ്റുള്ളവരോട് പറഞ്ഞ് രസിക്കും. അവനവന് വരുമ്പോഴായിരിക്കും നമുക്കതിൻ്റെ വാല്യൂ മനസ്സിലാവുന്നത്. അതേപോലെ ഇവർക്ക് നഷ്ടമായതോ ഇവരുടെ മകൾ, ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ മകളാണ്. ഇനി ആ കുട്ടി നല്ലൊരു കുട്ടിയാണെങ്കിൽ ഈ വാർത്തകളിലൊക്കെ വരുന്ന കഥകൾ ഒരുപക്ഷെ ഇല്ലാ കഥകളാണെങ്കിലോ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. നമുക്കിത് ഞാൻ പറഞ്ഞല്ലോ, യാതൊരു തെളിവുമില്ല. ഈ കുട്ടി ഇയാളുമായിട്ട് ഇഷ്ടത്തിലാണെന്നുള്ള തെളിവ് വേണം, അല്ലെങ്കിൽ അവർ കൊന്ന തെളിവ് വേണം. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണല്ലേ നടക്കുന്നത്? ഡെയിലി കൊലപാതകം. ഞാൻ പറഞ്ഞില്ലേ, പട്ടിയോ അല്ലെങ്കിൽ പൂച്ചയോ കൊന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഭയങ്കര ശിക്ഷയായിരിക്കും. മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, ഒരു വാല്യൂ ഇല്ല. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡെയിലി കൊലപാതകമാണെന്നേ. ഞാൻ പറഞ്ഞില്ലേ, പാരൻസിനെ കൊല്ലുക, ഗ്രാൻഡ് മാസിനെ കൊല്ലുക, അതേപോലെ എന്താ പറയുക, കസിൻസിനെ കൊല്ലുക, സ്കൂൾ കുട്ടികളെ കൊല്ലുക. എന്താണിത്? നമ്മുടെ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? ശരിക്കും നമുക്കൊക്കെ പേടിയാണ് ഇപ്പോഴും, പേടി. കാരണം എങ്ങനെ നമ്മൾ കുട്ടികളെ സ്കൂളിൽ വിടും? സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ അവിടെയും ലഹരിയും മറ്റതും മറിച്ചതും ഒന്നും ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. പെൺകുട്ടികളെങ്ങനെ വിടും? അപ്പോഴേക്കും ഇതുപോലെ കാമുകൻ്റെ കൂടെ പോവുക. അതുപോലെ ഈ പറഞ്ഞില്ല, വയസ്സന്മാരൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? എങ്ങനെ നമ്മൾ കുട്ടികളെ വിടും? 45ഉം 48ഉം വയസ്സും 46 വയസ്സൊക്കെയുള്ള ആൾക്കാർ ചെറിയ ചെറിയ പെൺകുട്ടികളെയൊക്കെ ഇഷ്ടപ്പെടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് കുറേ എനിക്കോണോ ഏതോ ഒരു സംഘികളാണ് തോണ്ട് വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത്, നിങ്ങളുടെ പണ്ടത്തെ ആൾക്കാർ അത് ചെയ്തിട്ടില്ലേ, 60 വയസ്സിൽ 15 വയസ്സ് അല്ല 8 വയസ്സായ ആൾ കല്യാണം കഴിച്ചില്ല, ഇങ്ങനെയൊക്കെയുള്ള കുറേ കമൻസ് നിങ്ങൾ ഇടുവാണെങ്കിൽ ഇട്ടോളൂ, ഒരു കുഴപ്പമില്ല. എനിക്കതൊക്കെ ഡിലീറ്റ് ചെയ്യാനേ ഉള്ളൂ. അല്ലാതെ ഇതിനൊന്നും പ്രതികരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അതിനെയൊക്കെ നിങ്ങൾ വേറെ ആൾക്കാരെ നോക്കിക്കോട്ടോ. അങ്ങനെ കമൻസ് ഇട്ട് കഴിഞ്ഞാൽ റിപ്ലൈ തരും. ഞാൻ അതിനൊന്നും റിപ്ലൈ തരാൻ നിന്നിട്ടില്ല. കാരണം അത് ഞങ്ങളുടേതാണ്. അതിനൊന്നും നമുക്ക് പറയാനില്ല. അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ഈ കഥ പോലത്തെ കഥയൊന്നും അല്ലാതെ, മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ള കുറേ ഫേക്ക് ഐഡിയിൽ നിന്ന് കുറേ കമൻസ്, എല്ലാം ഫേക്ക് ഐഡീസാണ്. അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ കുറേ കമൻസ് കണ്ടു. ഞാൻ എല്ലാം അങ്ങ് ഡിലീറ്റ് ചെയ്തു. കാരണം എനിക്കത് വായിക്കാൻ തന്നെ അറുപ്പ് തോന്നി. അതുപോലെയുള്ള കുറേ കമൻസാണ് കേട്ടോ. അതൊക്കെ എടുത്ത് വേണമെങ്കിൽ എനിക്ക് ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാം. പക്ഷേ എനിക്ക് താല്പര്യമില്ല, സമയമില്ല. ഇത് ഞാൻ പറഞ്ഞില്ല, എനിക്കിത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഈ കുട്ടിയുടെ കാര്യത്തിൽ. കാരണം ഇനിയും ഇതുപോലെയുള്ള ആൾക്കാരുടെ മക്കൾ സ്കൂളിൽ പഠിക്കണം, അതുപോലെ തന്നെ വീട്ടിൽ കിടന്നുറങ്ങണം. ഇതിനകത്ത് ഈ കുട്ടിയുടെ മദർ പറയുന്ന ഒരു ഇത് കേട്ടു ഞാൻ. കുട്ടി വരുമെന്ന് വിചാരിച്ചു, ഇയാളുടെ കൂടെ പോയതല്ലേ, പക്ഷേ
ഒരു പക്ഷേ മുമ്പ് ഇയാളുടെ കൂടെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങനെ വിശ്വസിക്കാം അല്ലേ. ഇവർക്കിങ്ങനെ പോയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ പോയിട്ട് വന്നിട്ടും പോയിട്ടൊക്കെ ശീലം ഉണ്ടെങ്കിൽ അങ്ങനെ പറയാം. അല്ലാതെ ഒരിക്കലും ഒരു പാരൻസും അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ മക്കളാണ് നമുക്ക് പോയത്. അവൾ കുറച്ച് ദിവസം കഴിഞ്ഞ് അയാളുടെ കൂടെ തിരിച്ചു വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ശരിയായില്ല. ആ പറഞ്ഞതും ശരിയായില്ല, അങ്ങനെ പറയാനേ പാടില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊക്കെ പാരൻസാണ്. നമ്മൾ നമ്മുടെ മക്കളെ എവിടെയെങ്കിലും പോയി കുറച്ച് ദിവസം കാണാതെ നിന്ന് കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന വിഷമം നമുക്കറിയാം. എൻ്റെ എക്സാമ്പിൾ പറയാണ്. നമ്മളെന്ത് ചെയ്യുക, നമ്മളതിന് പിറകങ്ങ് പോവുക. നമ്മുടെ മക്കളെ കിട്ടുന്നത് വരെ നമ്മളതിൻ്റെ പിറകെ പോകണം. അല്ലാതെ അവൾ വരും എന്ന് പറഞ്ഞ് നമ്മൾ മിണ്ടാതിരിക്കുകയല്ല ചെയ്യുക. ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ട്, എല്ലാ നാട്ടിലും ചാനൽസ് ഉണ്ട്. ഒന്നുമില്ലെങ്കിൽ ഒരു ചെറിയ ചാനലിനകത്ത് പോയിട്ട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഷുവറായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടിയേനെ. എനിക്കതാ തോന്നുന്നത്. നാട്ടുകാരങ്ങ് ഇറങ്ങും അല്ലേ. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ അല്ല, എല്ലാം മാറി. സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് എന്തായാലും കിട്ടിയേനെ. ഇപ്പോൾ പോലീസ് അന്വേഷിച്ചില്ല അങ്ങനെ പറഞ്ഞിട്ടാണ് കൂടുതലും ഇങ്ങനെ വാർത്തകളിൽ കേൾക്കാനിടയായത്. പക്ഷേ നമുക്ക് പോലീസിനെ എത്രത്തോളം കുറ്റം പറയാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. പക്ഷേ വീടിന് ഇത്രയും തൊട്ടടുത്താണ് ഈ കുട്ടിയുടെ ബോഡി കിട്ടിയത്, കുട്ടിയുടെയും അയാളുടെയും. അത് അങ്ങനെ ആയതുകൊണ്ട് പോലീസിനെ കുറ്റം പറയുന്നുണ്ടാവും. കാരണം ഇത്രയും അടുത്തായിട്ട് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? ഈ കുട്ടിയെ കാണാതായ സമയത്ത് തന്നെ അന്വേഷിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കുട്ടി ഇപ്പോഴും ഉണ്ടായേനെ. അല്ലേ, അത് നമുക്കൊക്കെ പറയേണ്ടി വരും. ഒന്നുകിൽ അന്ന് തന്നെ ഒരുപക്ഷെ ഇതിനെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കുട്ടി ഇപ്പോഴും ഉണ്ടായേനെ. പക്ഷേ ഇത് കുറച്ച് ലേറ്റായി എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ല, ഓൾമോസ്റ്റ് 3 ആഴ്ചയിൽ കൂടുതൽ പഴക്കമുണ്ട് എന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ബോഡി അങ്ങ് ആയിട്ടുണ്ടാവും. പക്ഷേ ഇതുപോലുള്ള അവസ്ഥ ഇനിയും ഒരു കുട്ടിക്കും വരരുത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇതുപോലെ നിങ്ങളും പ്രതികരിക്കണം. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതുപോലെ അങ്ങ് വന്നിട്ട് ചാനലിൽ പറയാം. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ഹൗസ് വൈഫാണ്. പക്ഷെ എന്നിട്ടും കൂടി ഞാനിത് ഈ ഒരു സമയത്ത്, ഇപ്പോൾ നോമ്പും കൂടിയാണ്, എന്നിട്ടും കൂടി ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കണമെങ്കിൽ ഇതുപോലെയുള്ള അവസ്ഥ ഇനി വരരുത്. പാവപ്പെട്ടവനും പണക്കാരനും ഒരേ റൈറ്റ്സ്, അതാണ് നമുക്ക് വേണ്ടത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടെയും ഇറങ്ങി നടക്കാനും പറ്റും. അതാണ് വേണ്ടത്. അല്ലാതെ ഈ ഒരു അവസ്ഥ ഇനി ഒരു കുട്ടിക്കും വരാതിരിക്കട്ടെ. ഇനി ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.